അപ്പോൾ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെയുള്ള കാഴ്ച ഇതാ. ഒരു ചെറിയ തോട്ടിൽ മൊത്തം വേസ്റ്റാട്ടോ, വേസ്റ്റ് ഇട്ടിട്ട് അടിഞ്ഞിട്ടല്ലേ. നമ്മൾ അങ്ങനെ സിക്കിമിലേക്ക് പോകാൻ വേണ്ടി ഇവിടെയാണ് നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ, ടാക്സി സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ നിൽക്കുന്ന വണ്ടി. അപ്പോൾ ഇതിൽ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബസ്സും അവൈലബിൾ ആട്ടോ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബസ് അവൈലബിൾ ആണ്. ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ പിടിക്കും, നല്ല സ്ലോ ആയിട്ടേ പോകും. നമ്മുടെ ജീപ്പിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും, 3 മണിക്കൂറോടെ എത്തും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ചാർജ് കുറവായിരിക്കും. നമ്മുടെ ഈ ജീപ്പിന് പോയത്, ജീപ്പല്ല മാക്സാണ് വണ്ടി, മഹീന്ദ്ര, അതിന് 300 രൂപയും ബസ്സിനാണെങ്കിൽ 80 രൂപയാണ്. അപ്പോൾ നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിൽ കൂടി പോവാം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് സിക്കിമിലേക്ക് പോകുന്ന റൂട്ടാണ്. നല്ല ട്രാഫിക്കാട്ടോ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊക്കെ നല്ല ട്രാഫിക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല റോഡാണ്, നല്ല റോഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് റോഡുകളൊക്കെ മോശമായിട്ട് വരും. കണ്ടോ, മഞ്ഞാണെന്ന് ആരും വിചാരിക്കണ്ട, ഇത് മൊത്തം പൊടിയാട്ടോ. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയാണ്. പിന്നെ ഈ പാലത്തിലേക്ക് കൂടി താഴേക്ക് പൈസ ഇടൽ ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിഷ് ചെയ്താൽ നടക്കുന്ന വിശ്വാസം. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ വെറുതെ ഇട്ടു, എല്ലാവരും ഇടുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം യാത്ര തുടങ്ങി 1.5 മണിക്കൂറോളമായി. വണ്ടികൾ ഓപ്പോസിറ്റ് കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പാലത്തിൻ്റെ താഴെ കൂടി ഒഴുകുന്ന പുഴ എന്ന് പറഞ്ഞാൽ ടിസ്റ്റ റിവറാട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് റിവറാണ് ടിസ്റ്റ. അപ്പോൾ നമ്മളങ്ങ് യാത്ര തുടങ്ങി. യാത്ര ഏകദേശം സിക്കിമിൻ്റെ ബോർഡറിലെത്തി. വെൽക്കം ടു സിക്കിം എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നൊരു പിടുത്തം കിട്ടിയില്ല ആദ്യം. അപ്പോൾ ഒരുപാട് പ്രകടനം ആണെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ പ്രകടനം എന്നല്ല. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്തോ ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അവരുടെ സപ്പോർട്ടേഴ്സും അവരൊക്കെ ബാനറൊക്കെ പിടിച്ച് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും സ്ട്രൈറ്റ് റോഡിലെ കൂടെ പോകേണ്ടത്. അപ്പോൾ അവിടെ മിനിസ്റ്റർ വരുന്നതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ലെഫ്റ്റ് വഴി ഈ ചെറിയൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്. ഇനി ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് ടൗണാണ്, ചെറിയൊരു ടൗണാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സിക്കിമിലെത്തിയിട്ടാ. സിക്കിമിലെത്തിയതേ ഇല്ലു. ട്രാവലിംഗ് ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് അന്നേരം വീഡിയോ ഒന്നും എടുക്കാതിരുന്നു. ഇതാ സിക്കിം ബോർഡർ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെ ഹേമന്ത് പോയിട്ടാ. ഹേമന്തിൻ്റെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ പോകുന്നത് ഇപ്പോൾ പവനില്ല, പവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ സ്റ്റേ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ല ടയേർഡായിട്ടോ, മുഖത്തെല്ലാം ഭയങ്കര പൊടിയാണ്. നിങ്ങൾ വരുമ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒയാസിസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് കയറിയ. അപ്പോൾ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ സൈഡ് സീൻ കണ്ട ടിസ്റ്റ റിവറാണ്, നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ സിക്കിമിൽ വെച്ച് ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ആദ്യം തക്കാളി ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ലോക്കൽ വെജ് താലുണ്ട്, അതിനുണ്ട് 250 റുപ്യ. അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സാധനം വരുന്നുണ്ട്, വന്നിട്ട് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. ഈ സൈഡിൽ മൊത്തം റിവറാണ് വരുന്നത്. പിന്നെ അവിടെ ശിവൻ്റെ ടെമ്പിളും ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും വരെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടോപ്പിൽ. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ചോറുണ്ട്, ചെറുപയർ കറിയുണ്ട്, പിന്നെ ഇതാ തൈരുണ്ട്, പപ്പടമെല്ലാം ഇവിടുത്തെ വേറെ സ്റ്റൈലാട്ടോ. പപ്പടമുണ്ട്. ഇവിടെ ഇതൊരു പൊടിയുണ്ട്, ചെറിയ പൊടിയുണ്ട്, പൊടിയുണ്ട്. പിന്നെ ഇവിടെ എന്തെല്ലാം സാധനമുണ്ട്. ഇത് വെജിറ്റബിളിൻ്റെ നമ്മളെ തോരനാണ്, കുറച്ച് എരിവില്ല. ഇത് പച്ചക്കറി, ഇത് കയ്പ്പൊക്കെ കേട്ടോ. പിന്നെ സലാഡ്, ഇതും കയ്പ്പൊക്കെ കേട്ടോ. കയ്പ്പൊക്കെ കൊണ്ട് ഫ്രൈയോ വറവൊരു സാധനം ആക്കിയാട്ടാ. ഓക്കെ, ഇതൊക്കെ ഇല്ല. അപ്പോൾ മൊത്തം ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. ആ താഴെ കാണുന്നത് ലോറിയിൽ ആൾക്കാർ അവിടെ നിന്നുള്ള കല്ലുകളൊക്കെ പറക്കിയിട്ട്, അതായത് വെള്ളത്തിൽ ഒഴുകി വന്ന കല്ലുകളൊക്കെ പറക്കി ലോറിയിൽ കയറ്റുന്ന കേട്ടോ. നല്ല ഡിസ്റ്റൻസ് എന്നാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റും അവിടെ പ്രഷറുണ്ട്. അപ്പോൾ അത് കല്ലുകൾ കൊണ്ടുപോയിട്ട് അവിടെ ഇടുന്ന കേട്ടോ. അവിടെ ഇട്ട് പൊടിച്ചിട്ട് ജില്ലി പൊടിയായിട്ട് വരും. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. നല്ല അടിപൊളി ആംബിയൻസിലെ ഹോട്ടലാട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പവൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. പവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നുണ്ട്, പവൻ്റെ കസിൻ്റെ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പവൻ്റെ അളിയനൊക്കെ വന്ന് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി വീട്ടിലേക്കില്ല. നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ പള്ളിയും ബാക്കിൽ ടൗണും വീടുകളൊക്കെ ആയിട്ട്
നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ സിംതാം എന്ന് പറയുന്നൊരു ടൗണിലെത്തി. ഇവിടെ ഒരുപാട് ടാക്സി വണ്ടികളൊക്കെ നിരനിരയായി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടിയോട് നിൽക്കുന്നത് സ്കൂൾ കുട്ടി. ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് എഴുതിയിട്ടില്ല. ഇത് അന്വേഷിച്ചപ്പോൾ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഒന്നുമില്ലാന്ന് പറഞ്ഞു. ചെറുകിട കച്ചവടക്കാരൊക്കെ ഉള്ള. അപ്പോൾ ഈ ഫ്രണ്ടിൽ നടക്കുന്നതാണ് നമ്മുടെ പവൻ്റെ അളിയൻ പോലീസാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ എല്ലാ ഷോപ്പിലും വീടുകളിലും മൊത്തത്തിൽ ഇതുപോലെ കൊടികളുണ്ടോ, ഫ്ലാഗ്. നമ്മൾ സിംതാം ടൗണിലെത്തി കേട്ടോ. ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇത് ജ്യൂസെല്ലാം കുടിച്ച് പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാ ടൗണ്. അവൻ ചേട്ടാ ജോൻ്റെ നാടാട്ടാ. ഇതിവിടെ ATMിലേക്ക് വന്നതാണ്. ATMിൽ ഫുള്ള് തിരക്കാം. ഇതാട്ടോ ഇവിടെ സൈഡിൽ മൊത്തം ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. രണ്ട് സൈഡിൽ മൊത്തത്തിലായിട്ട് തിരക്കുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്ററോളം ഫുള്ള് റോഡ് സൈഡിൽ മൊത്തം വണ്ടി പാർക്കിങ് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതുണ്ട്, ഇത് നമ്മുടെ ആ ടിസ്റ്റ റിവറിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല നയന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ സൈഡിൽ മൊത്തത്തിലുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. നല്ല മഴയും തണുപ്പും നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലെത്തിട്ടോ. വൈകുന്നേരം എത്തി നല്ല ടയേർഡായിരുന്നു. ഉറങ്ങി കുറച്ച് റെസ്റ്റിലെടുത്ത് നല്ല തണുപ്പാട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് മീൻസ് ഫുഡ് കഴിക്കാൻ ആയിട്ടുണ്ട്. ഫുഡ് ഇതാ നല്ല പരിപ്പ്, ചോറും ദാല് കറിയുണ്ട്, പരിപ്പറി, ചില്ലി ചിക്കനുണ്ട്, പവനുണ്ട്, പവൻ്റെ കസിൻ ബ്രദർ ഉണ്ട് കേട്ടോ, സിസ്റ്ററിൻ്റെ മോനാണ് ആയിഷ് കേട്ടാ, മൂത്ര അങ്കിളുണ്ട്, ഫാമിലി മൊത്തം ഉണ്ട് കേട്ടാ. ഇവർക്ക് മലയാളം അറിയില്ല, അപ്പൊ ഞാൻ മലയാളം പറയുന്നുണ്ട്. ഇവർ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചാൽ പറ്റൂട്ടോ. കുറച്ച് വലിയ വലിയ സൈസ് പരിപ്പാട്ടാ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഇവിടെ വീട്ടിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്, അവർ നമുക്ക് പിന്നെ പരിചയപ്പെടുന്നത്. ഓക്കെ, അതിപ്പോ അവരുടെ മോനട്ടാ. ഇതിപ്പോ അവന്റെ മൂത്ത സിസ്റ്ററിന്റെ മോൻ, അത് ചെറിയ സിസ്റ്ററിന്റെ മോൻട്ടാ. പിന്നെ ഇവരെ പ്ലേറ്റിന് പ്രത്യേകത പ്ലേറ്റ് ആട്ടോ, ഒരു വെറൈറ്റി പ്ലേറ്റ് ആണ്. അതാ മൊത്തം സ്വർണം പോലത്തെ പ്ലേറ്റ് ആണ് കേട്ടോ, ഒരു വെറൈറ്റി. ഇവിടെ കുറേ എഴുത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും.